Good evening, ladies and gentlemen. ഞാൻ നല്ല ആക്ടറായിട്ടൊന്നും അവർ ആ കുട്ടി പറഞ്ഞ പോലെ ഇല്ലാതെ എനിക്ക് വേറെ ഫംഗ്ഷൻ വേണ്ട. അപ്പം ഓൾറെഡി ഇത് പറഞ്ഞു എല്ലാം കഴിഞ്ഞ് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടായിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് അപ്രിസിയേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പടം തുടങ്ങുന്ന സമയം തൊട്ടിട്ട് അഖിലും അതുപോലെ തന്നെ അനസും ഇവരെൻ്റെ വീട്ടിൽ വന്നിട്ട് കഥ പറയുന്നത്. എന്തിനാണ് എന്നോട് ഈ കഥ പറഞ്ഞതെന്നുള്ളത് എനിക്ക് ആ സമയത്ത് ഒരു പിടിയില്ലായിരുന്നു. രാജു പറഞ്ഞയച്ചിട്ടായിരുന്നു. രാജു എന്തൊരു സഹോദരനാണ്. കണ്ടു കഴിഞ്ഞാൽ എന്നേക്കാൾ പ്രായം തോന്നും, പക്ഷേ എന്നേക്കാൾ 10 വയസ്സ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയസ്സ് 27 അപ്പോൾ രാജുവിന് 67 എനിവേ, ആ ഒരു മീറ്റിങ്ങിന് ശേഷം ഞാൻ ഐ ഹേർഡ് ദ സ്റ്റോറി. പിന്നീട് ഞാൻ സത്യം പറയും, പകലിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ പറയാം, ഞാൻ രാജുവിൻ്റെ അടുത്ത് ചോദിച്ചു, ടോവിനോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, രാജു എടാ ഇത് മലയാളത്തിൽ ഈ ബജറ്റ് ചെയ്യാൻ പറ്റുമോ? But the confidence what he gave me, അതിനുശേഷം ഓരോ മൊമെൻറ്റിലും ടോവിയുടെ സപ്പോർട്ട് കിട്ടുന്ന സമയത്തും എല്ലാം എന്നോട് പറയും. ഞങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ടച്ചിലുണ്ടാകും. ആ സമയത്ത് പറയും, ചേട്ടാ എനിക്കറിയില്ല എവിടെയാണെന്ന് പോകുന്നത്, പക്ഷെ നന്നായി എടുത്തിട്ടുണ്ട്. എവറി ടൈം ഹി ഈസ് ടു ടെൽ മീ ദാറ്റ് ചേട്ടാ എടുത്ത പോർഷൻസ് ആർ അമേസിങ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് വിട്ടോളൂ. പിന്നെ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ടോവി സ്റ്റാൻഡിങ് വിത്ത് മീ. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഷമീൻ തിലകൻ, അജു ചേട്ടൻ, ഒരുപാട് സ്റ്റാർസ് ഇവിടെ ഇരിക്കുന്ന, ധ്രുവൻ, അർച്ചന, എല്ലാവരും ഉള്ള ഒരു എൻസെമ്പിൾ കാസ്റ്റുള്ള സിനിമയാണ് ഐഡന്റിറ്റി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ CJ റോയ് സാറും ഡ്രീം ബിഗും രാജു സാറും ഒക്കെ എല്ലാ തവണയും എക്സൈറ്റഡ് ആയി സിനിമയുടെ കൂടെ നിന്നത് ഒരിക്കലും എന്നെയും മനസ്കാനെയും കണ്ടിട്ടല്ല എന്ന് എനിക്കറിയാം. അത് ഇതിനു മുമ്പ് സംസാരിച്ച പോലെ ഈ സിനിമയുടെ സീക്വൻസുകൾ ഷൂട്ട് ചെയ്ത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഈ മുഴുവൻ സിനിമ കണ്ടിട്ടാണ്. അതിനു പിന്നിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. എൻ്റെ ഒരു സെറ്റ് ഓഫ് ടെക്നീഷ്യൻസ് എൻ്റെ കൂടെ നിന്നതാണ് അതിന് കാരണം. അവരുടെ എല്ലാവരുടെയും പേരുകൾ പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഡിയർ ബ്രദർ സിനിമാറ്റോഗ്രാഫർ അഖിൽ ജോർജ്, എന്നും എൻ്റെ കൂടെ നിന്നിട്ടുള്ള ചമൻ, എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ അനീസ് നാടോടി, ജെയ്ക്സ് ബിജോയ്, അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന മേക്കപ്പ് പ്രോണക്സ് ഗായത്രി, ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ടീമിൻ്റെ ഭാഗമായി നിന്ന എല്ലാവരും, ജോബ്, എല്ലാവരും, നിങ്ങളെല്ലാവരും കഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു ടീസർ ലോഞ്ചിൻ്റെ ഇവൻ്റ് ഉണ്ടായത്. ഇന്ന് ഈ സിനിമയുടെ കൂടെ ഇത്രയും ക്യാമറകളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും എടുത്ത എഫേർട്ടിൻ്റെയും ഇതിൻ്റെ ആക്ഷൻ ഡയറക്ടേഴ്സ് ഞാൻ പറഞ്ഞു, യാനിക് ബെൻ, ഫീനിക്സ് പ്രഭു, എല്ലാവരും ഇതിൻ്റെ സൗണ്ട് ചെയ്യുന്ന രാജാകൃഷ്ണൻ സാർ, അവർ ഇന്നലെയും പുഷ്പയുടെ ഇടയ്ക്കും ഐഡന്റിറ്റി ടീസർ മിക്സ് ചെയ്ത് എനിക്ക് തന്ന ആളുകളാണ്. അതുപോലെ സച്ചിൻ സുധാകർ, ഒരു സെറ്റ് ഓഫ് ടെക്നീഷ്യൻസ് എൻ്റെ കൂടെ നിന്നതിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ സിനിമ എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. സോ അവരും കൂടി എല്ലാ രീതിയിലും ഓർമ്മിക്കപ്പെടേണ്ട ഒരു ഇവൻ്റാണിത്. അവർക്കെല്ലാവർക്കും, നിങ്ങളെല്ലാവരും എനിക്കറിയാം, എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻ്റ് ഇതാണ്. ഈ സിനിമ ജനുവരി ആദ്യ ആഴ്ച തിയേറ്ററിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പറയാൻ മറന്നുപോയി, ആൻഡ്രൂ വൈൻസ്റ്റീൻ, എൻ്റെ ഒരു 1000-ഓളം സീരീസ് ഷോട്ടുകൾ അവരാണ് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ ടാലൻറ്റ് ഓഡിയൻസ് കാണാൻ പോകുന്ന ഈ ജനുവരി ആദ്യ ആഴ്ചയ്ക്ക് വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ. അതിലെനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഞാൻ പറയാൻ അവസാനത്തേക്ക് ബാക്കി വെച്ചത് ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സാണ്. ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഒരു സിനിമ ചെയ്യാൻ, ഈ സിനിമയുടെ കഥ ആദ്യമായി പറയുന്ന സമയം മുതൽ വിശ്വസിച്ച് എൻ്റെ ഒരു മൂത്ത സഹോദരനെ പോലെ കൂടെ നിന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാജു സാർ എന്നും മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയെ കണ്ട് ഈ സിനിമയുടെ വിഷൻ എന്താണെന്ന് മനസ്സിലാക്കി ഈ സിനിമയുടെ കൂടെ നിൽക്കാൻ ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾക്ക് നിൽക്കുന്ന ഒരു സമയത്ത്, ഒരു 4 ദിവസം മുൻപാണ് ഞാൻ CJ റോയ് സാറിനെ ടോവിനോ പറഞ്ഞതിൻ്റെ ഭാഗമായി ബാംഗ്ലൂർ പോയി കാണുന്നത്. അന്ന് എന്നെ ഒന്ന് ഒട്ടും ട്രാവൽ ചെയ്യിപ്പിക്കാതെ ബാംഗ്ലൂരിൽ നിന്ന് തൊട്ടടുത്ത് നിങ്ങൾ കൊച്ചിയിലേക്ക് വരണ്ട, ബാംഗ്ലൂർ നമുക്ക് കാണാമെന്ന് പറയുകയും ഫ്യൂ സിനിമ കണ്ട് 1 മണിക്കൂറിൽ ഇൻട്രാക്ഷൻ കൊണ്ട് ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമയിൽ ഒരു വലിയ ഭാഗമാകാൻ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കാണിച്ചത് വളരെ വലിയൊരു ധൈര്യമാണ്, വളരെ വലിയൊരു പിന്തുണയാണ്. താങ്ക് യു സോ മച്ച് സർ. അതുപോലെ തന്നെ ഈ സിനിമ വിതരണത്തിൽ എത്തിയിരിക്കുന്നത് എനിക്കറിയാം അതിൻ്റെ തുക എത്രയാണെന്ന്. ഒരു മലയാള സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ തുക സിനിമ മുഴുവൻ കണ്ട് ഡ്രീം ബിഗും ശ്രീ ഗോകുലവും ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ കൂടെ ഫലമായിട്ടാണ് നമുക്കെല്ലാവർക്കും ഇന്ന് ഇത്രയും അഭിമാനത്തോടെ, ഇത്രയും സന്തോഷത്തോടെ ഈ സിനിമ പ്രസന്റ് ചെയ്യാൻ പറ്റിയത്. സോ എൻ്റെ കൂടെ നിന്ന ഈ യാത്രയിൽ കഴിഞ്ഞൊരു 1.5 വർഷത്തെ ഷൂട്ടിനുമിടയ്ക്ക് നിന്ന എല്ലാ ആളുകളെയും, ആരുടെങ്കിലും പേര് പറയാൻ വിട്ടുപോയെന്ന് എനിക്ക് വളരെയധികം ആലോചനയുണ്ട്. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടുള്ള ഈ സ്റ്റേജിൽ നിൽക്കുന്നു. എല്ലാ ആളുകളെയും മനസ്സിലോർത്തുകൊണ്ട്
ഞാൻ നിങ്ങളെല്ലാവരെയും വളരെ എക്സൈറ്റഡ് ആയി ജാനുവരി ആദ്യ ആഴ്ചയിലെ ഐഡന്റിറ്റിയുടെ റിലീസിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ടീസർ നിങ്ങൾ എന്താണോ കണ്ടത് ആ പ്രോമിസ് ഞങ്ങൾ നിറവേറ്റും ജാനുവരി ആദ്യ ആഴ്ച. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു. ഞാനിപ്പം സിനിമ ചെയ്യാൻ തുടങ്ങിയത് ഒരു 5 വർഷമായി. അതിലെ ആദ്യത്തെ ഏറ്റവും വലിയൊരു ഇവൻറ്റ്സിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പം സംസാരിക്കുന്നത്. സോ ഐ എം കുറച്ച് നെർവസ്. ബട്ട് എനിവേസ്, ഐഡൻറ്റിറ്റി ജേർണി തുടങ്ങിയത് ജാനുവരി സമയത്തായിരുന്നു. അഖിലേട്ടൻ ഓഡിഷന് വിളിച്ചു, ഓഡിഷൻ കഴിഞ്ഞു. ഓഗസ്റ്റ് ആയപ്പം വീണ്ടും പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ലോ ആയി ഇതിൻ്റെ പ്രോസസ്സ്. എന്നിട്ട് ഓഗസ്റ്റ് ആയപ്പോൾ വീണ്ടും ഇത് തുടങ്ങി. വീണ്ടും ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ച് വാങ്ങിച്ച റോളായിരുന്നു. അപ്പം അങ്ങനെ അവർ ചെയ്യുന്ന ആൾക്കാരും അല്ലാത്ത കാരണം അവരൊരു ഓഡിഷൻ വീണ്ടും വെച്ചു, വീണ്ടും ചെയ്തു. താങ്ക് യു അഖിൽ, Paul and Anuskan for trusting me and giving me Neeraja. വേറെ ഒരു സംഭവം ചെയ്തെന്ന് വെച്ചാൽ ഇവരെന്നെ മുടി മുറിച്ചു. ഒരു സാധനം ഫ്രീ ആയിട്ട് വരത്തില്ല. അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ മുടി മുറിച്ചു. അങ്ങനെ ഇപ്പോൾ 1 വർഷമായി ഞാനിപ്പം ഷോർട്ട് ഹെയറിലാണ്. That they gave me. Thank you for that experience as well. And it was really wonderful working. ഞാൻ ആദ്യം തന്നെ ഐഡന്റിറ്റി എന്ന പ്രോജക്റ്റ് കേട്ടപ്പോൾ ഇത് ആദ്യമേ ബിഗ് സ്കെയിൽ തന്നെയായിരുന്നു ഫോർ മീ. ബിക്കോസ് ടോവിനോ ചേട്ടനുണ്ട്, തൃഷ മാം, വിനയ് സർ, എവരിവൺ, വണ്ടർഫുൾ കാസ്റ്റ്. സോ ഐ വാസ് ലൈക്ക് ജാക്ക്പോട്ട്. എന്താ പറയുക, ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. ഇതെൻ്റെ 2ാമത്തെ സിനിമയാണ്. അതും അഖിലേട്ടൻ്റെ കൂടെ മനസ്കാടൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. മാത്രമല്ല, അഖിലേട്ടൻ പരിചയപ്പെട്ട അന്ന് മുതൽ അഖിലേട്ടൻ നമ്മളോട് കാണിക്കുന്ന ഒരു അഫെക്ഷനും ഒരു കെയറും ഇതൊക്കെ എപ്പോഴും എനിക്ക് മാത്രമല്ല ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പോൾ ഫോൺ വിളിച്ചിട്ടായാലും ശരി, ഞങ്ങൾ നേരിട്ട് കാണുമ്പോഴും ഒക്കെ പറഞ്ഞ പോലെ. പിന്നെ അതുപോലെ രാജു സാറിൻ്റെ ഭാഗമായിട്ടൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു. അതൊരു കോൺഫിഡൻസ് ഗ്രൂപ്പിൽ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇന്ന് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. പിന്നെ കമ്മിങ് മൈ ബ്രദർ ടോവിനോ ചേട്ടൻ, ഞാൻ ഇതിനു മുമ്പ് ഐഡന്റിറ്റിയുടെ ലൊക്കേഷനിൽ ഒരു ദിവസം ടോവിനോ ചേട്ടനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഏകദേശം ഷൂട്ടിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അതിൻ്റെ ഇടയിൽ ഏകദേശം ഒരു 2 മണിക്കൂറോളം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു അദ്ദേഹം ക്യാരവനിൽ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒരുപാടധികം ഞങ്ങൾ തമ്മിലുള്ള സംസാരം, ഒരുപാടധികം മോട്ടിവേഷൻ, അദ്ദേഹം ഞാൻ സിനിമയിൽ വന്നതിന് അതിൻ്റെ ഒരു കാരണം അദ്ദേഹമാണെന്ന് ഞാൻ ഇവിടെ പറയാം. അത്രത്തോളം ഞാൻ ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഇവിടെ ഒരു സിനിമ ചെയ്തിട്ട് നിൽക്കുന്ന അദ്ദേഹം എന്നെ അത്രത്തോളം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളും ഒക്കെ എനിക്കിപ്പോഴും ഓർക്കുന്നു. ചേട്ടൻ ഓർക്കുമ്പോൾ എനിക്കറിയില്ല. 2 മണിക്കൂറോളം എന്നോട് സംസാരിച്ചു വന്നു. ചേട്ടൻ കടന്നു വന്ന വഴികളും നീ എവിടെയൊക്കെ സൂക്ഷിക്കണം, നീ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു. പിന്നെ വിനയ് സാറിനെ പറ്റി പറയുമ്പോൾ, ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് എറണാകുളം വരുമ്പോൾ ഞാൻ കേട്ടിട്ടൊന്നൊരു പാട്ടുണ്ട്, ഉന്നാലെ ഉന്നാലെ എന്ന് പറഞ്ഞിട്ട്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു സർ, ബിഗ് ഫാൻ ഓഫ് യു. നമസ്കാരം. ഐഡൻറ്റിറ്റി വളരെ സ്പെഷ്യലാണ്. അതിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നത് എൻ്റെ സംവിധായകരായ അഖിലിനും അനസിനുമാണ്. എന്നെ ഈ പടത്തിൽ ചൂസ് ചെയ്തത് അവരുടെ ആ ധൈര്യം കണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത രാജു സാറിനും ഞാൻ നന്ദി പറയുന്നു. കാര്യം പ്രൊഡ്യൂസറിനും സമ്മതിക്കണം. ഇപ്പോൾ ഇതിലോട്ട് വന്ന എന്താ പറയുക, നമ്മുടെ മലയാളികളുടെ എല്ലാ അഭിമാനമായ നമുക്കറിയാം കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സാറിനെ കാണാൻ സാധിച്ചതിലും ഇങ്ങനൊരു സിനിമയിൽ അദ്ദേഹം കോൺഫിഡൻസ് അർപ്പിച്ച് ഈ ഒരു വേദി മീഡിയയോട് താങ്കൾ ഇങ്ങനെ ശക്തമായി പറയുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രേക്ഷകനുണ്ടാകുന്ന ഒരു കോൺഫിഡൻസും നമുക്ക് തിയേറ്ററിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഞാൻ തീർച്ചയായിട്ടും ഐ ബിലീവ് ഇൻ ഇറ്റ്. പിന്നെ തീർച്ചയായും പറഞ്ഞാൽ നമ്മുടെ ഒക്കെ വളരെ പരിചിതമായ ആക്ടറാണ് വിനയ് റോയ് സാർ. അദ്ദേഹത്തിനോടൊപ്പം കോമ്പിനേഷൻ സീൻസ് ചെയ്യാൻ കഴിഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു തൃഷ മാം. ഫൈനലി കമ്മിങ് ടു മൈ ബ്രദർ ഫ്രണ്ട് ടോവിനോ തോമസ്. പറയാൻ വേറൊന്നുമല്ല, ഇതിനു മുമ്പ് എൻ്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ ഞാൻ ഭാഗമായത് ARM ആയിരുന്നു. അത് അദ്ദേഹം ആ കടമ്പ ചാടി. അതിനും ഞാൻ ഭാഗമായ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം 2018 ആയിരുന്നു. അതും അദ്ദേഹം കടമ്പ ചാടി. അതിനും ഞാൻ ഭാഗമായ വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം മിന്നൽ മുരളിയായിരുന്നു. അതും അദ്ദേഹം കടമ്പ ചാടി. സോ ബാക്കി ഞാൻ പറയുന്നില്ല, ദൈവം കൂടെ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. സോ ഹാപ്പി ടു സീ യു ഹെൽത്തി ആൻഡ് ഫിറ്റ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. സുജിത് സാർ നമസ്കാരം. ബാക്കി കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ മാനേജ്മെൻറ്റ്,
ആൻഡ് അനസ് ആൻഡ് അഖിൽ, നിങ്ങളോട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും നന്ദിയും ഇതാണ്. ഈ ക്യാരക്ടർ എനിക്ക് സിനിമ കണ്ട് പ്രേക്ഷകർ എന്ത് പറയുക എന്നേക്കാൾ ഉപരി ഒരു നടൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എനിക്ക് തന്ന കോൺഫിഡൻസ് മുന്നോട്ടുള്ള സിനിമകളിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ വിൽ ബി ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. 2018 ഏറ്റവും ഒടുവിലായി ARM എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയുടെ യശസ് തന്നെ ഉയർത്തിയ, മലയാള സിനിമയുടെ ഗ്രാഫ് തന്നെ ഉയർത്തിയ നമ്മുടെ സ്വന്തം സൂപ്പർ ഹീറോ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദ സൂപ്പർ ഹീറോ, നൗ ദ പാൻ ഇന്ത്യൻ സ്റ്റാർ, ദ വൺ ആൻഡ് ഓൺലി ടോവിനോ തോമസ്. Let's give it up for Tovido Thomas as he is coming on stage to speak more about the upcoming film Identity. Yes. Superhero, ഇപ്പോൾ പാൻ ഇന്ത്യൻ സ്റ്റാർ, ലൈക്ക് ഐ സെഡ്, വി ആർ ഓൾ വെരി പ്രൗഡ്. മലയാള സിനിമയുടെ യശസ് ഇത്രത്തോളം ഉയർത്തി ARM എന്ന സിനിമ, ലൈക്ക് ഹൗ ഷുഡ് വി എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദാറ്റ്? നമ്മളെല്ലാവരും ഈക്വലി പ്രൗഡായൊരു സിനിമ തന്നെയാണ്. നൗ ഹിയർ യു ആർ വൺസ് അഗൈൻ വിത്ത് ഐഡന്റിറ്റി. വി ആർ വെരി ഹാപ്പി ഫോർ യു. വി ആർ വെരി വെരി പ്രൗഡ് ടു സീ യുവർ സക്സസ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. സോ നമ്മുടെ സൂപ്പർ ഹീറോയ്ക്ക് മൈക്ക് കൊടുക്കട്ടെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പരിപാടിയുടെ ലെങ്ത് കുറച്ച് നീണ്ടുപോകുന്നുണ്ട് അല്ലേ? എന്നാലും എനിക്ക് ഒരു 2 വാക്ക് പറയണം എന്നുണ്ട്. ഈ സിനിമ തീർച്ചയായിട്ടും സ്പെഷ്യലാണ്. അതിൽ ഒരു 2020 മുതൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് 2022 എൻ്റെ അഖില്. അപ്പോൾ അഖിൽ ആ സമയം മുതൽ 2020 മുതൽ വർക്ക് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇതൊരു സിനിമയായിട്ട് ഇപ്പോൾ റെഡിയാവുന്നു, അടുത്ത മാസം ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇതങ്ങനെ ഒരു എടുക്കാൻ അങ്ങനെ എളുപ്പമുള്ളൊരു സിനിമ ആയിരുന്നില്ല. അത് ഡയറക്ടർക്കാണെങ്കിലും അതിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സിനാണെങ്കിലും കുറച്ച് നമുക്ക് നല്ല ഹെക്ടിക്കായിരുന്നു. കുറച്ച് അധികം സെറ്റപ്സിൽ കുറച്ചധികം സീനുകൾ അങ്ങനെ നമുക്ക് കുറേ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ ഈ എടുത്ത 131 ദിവസത്തിൽ ഒരു ദിവസം പോലും റിലാക്സ്ഡ് ഷൂട്ട് ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എല്ലാ ദിവസവും അത്യാവശ്യം ഹെക്ടിക്കായിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ക്രൂ ഇതിനു വേണ്ടിയിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഡയറക്ഷൻ ടീമാണെങ്കിലും ഇതിൻ്റെ ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടുകാർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണിയുണ്ടായിരുന്നു. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾക്ക് നമുക്ക് പല പല സെറ്റുകളുണ്ടായിരുന്നു. അതൊക്കെ പല സമയത്ത് മാറ്റി വേറെ ആക്കണം, അത് കഴിഞ്ഞ് തിരിച്ചിതുപോലെ തന്നെ ആക്കണം. ഇതിനിടയ്ക്ക് ഫൈറ്റ് സീക്വൻസ് നടക്കുന്നുണ്ടെങ്കിൽ സെറ്റ് പൊളിയും, പിന്നെ ആ സെറ്റ് വീണ്ടും പണിയണം തുടങ്ങി എല്ലാ ദിവസവും നല്ല ഹെക്ടിക് ആയിട്ടുള്ള പണി ആ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനാണെങ്കിലും ഇപ്പോൾ കോസ്റ്റ്യൂമിലാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ. അത് നിങ്ങൾക്ക് അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങനെ ഇൻഡിവിജ്വൽ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്ങും ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനത്തെ എല്ലാ ഡീറ്റെയിലും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന സമയത്ത് അത്രയും എഫേർട്ട് തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവരും എന്ന് പറഞ്ഞാൽ അഖിൽ, ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയും, പകുതി തമാശയായിട്ട് ഞാൻ പറയും, അഖിൽ എനിക്ക് ഭയങ്കര സെൽഫിഷാണ്. പക്ഷെ അഖിലിന്റെ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് ഈ സിനിമ നന്നാവണം എന്നുള്ളതാണ്. അപ്പോൾ അനസ് കുറച്ചും കൂടെ ഒരു സൈലന്റ് ടൈപ്പാണ്. നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കുകയാണെങ്കിലും പറ്റുന്ന ഒരാളാണ്. അഖിലിനെ നമ്മളെ ആ വർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇവൻ ഏത് നേരെയും നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതുണ്ട്. പക്ഷെ ആ സെൽഫിഷ്നെസ് തന്നെയാണ് ഞാൻ അഖിലിലും അനസിലും കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി. കാര്യം അവരവരുടെ വീട്ടിലേക്ക് കാർ മേടിക്കാനോ വീട് മേടിക്കാനോ ഒന്നുമല്ലല്ലോ, ഈ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടില്ല അവർ സെൽഫിഷ് ആവുന്നത്. ആ സെൽഫിഷ്നെസ് അത്യന്തികമായിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കുമാണ് ഗുണം ചെയ്യുന്നത്. സോ താങ്ക് യു ഫോർ ബീങ് സെൽഫിഷ്. പിന്നെ ഞാൻ നമ്മളുടെ ഫോറൻസിക് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എൻ്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അന്നും ഇന്നും ഒക്കെ ഉള്ള എൻ്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അഖിലും മനസ്സും ഉഴപ്പിയിട്ട് ഒരു സിനിമ മോശമായി പോവില്ല. അപ്പോൾ ആസ് എൻ ആക്ടർ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നത്, നമ്മളെ മോശമാവാൻ ഇവർ സമ്മതിക്കില്ല, ഈ സിനിമ മോശമാവാൻ ഇവർ സമ്മതിക്കില്ല. നല്ല പണിയെടുത്തോളും. നമ്മളെല്ലാവരും നല്ല പണിയെടുത്തൊരു സിനിമ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കതിൽ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. പക്ഷെ
എൻ്റെ അനുഭവത്തിൽ നല്ല ആത്മാർത്ഥമായിട്ട് എല്ലാവരും പണിയെടുത്തിട്ടുള്ള എല്ലാ സിനിമകളും നല്ലപോലെ വർക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഞാൻ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നിവിടെ വരികയും ഇത്രയും സമയം നമ്മളുടെ കൂടെ ഈ ഒരു ടീസർ ലോഞ്ച് ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തീർച്ചയായിട്ടും നിങ്ങളാണ് ഈ ഞങ്ങളുടെ സിനിമ ഇങ്ങനെ ഇന്ന ദിവസം എൻ്റെ ടീച്ചർ വരുന്നു അല്ലെങ്കിൽ ഇന്ന ദിവസം ഇറങ്ങുന്നു എന്നൊക്കെ ഉള്ളത് ആളുകളെ അറിയിക്കുന്നത് തീർച്ചയായിട്ടും മീഡിയയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഇനി നിങ്ങളത് പരമാവധി പരത്തേക്ക് വന്നു. സിനിമ വരുന്നുണ്ട്, ഗംഭീര പരിപാടിയാണ് എന്ന് നിങ്ങൾ ഒന്ന് പരത്തേക്കും. ആ വാർത്ത അത് ഒരു തെറ്റായ വാർത്തയായിരിക്കില്ല. കാര്യം പടം നല്ല പടമായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഏകദേശം ഉറപ്പുണ്ട്. പക്ഷെ അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്. സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ തന്നെയാണ് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും കാണാം. Thank you so much.